ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി മസാല ദോശയാണ് ഇവിടെ നിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. മസാല ദോശ തയ്യാറാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഒരു 6-7 ഉരുളക്കിഴങ്ങ് നന്നായി പുഴുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് 1 ടീസ്പൂൺ. ഇത് നന്നായി ഒന്ന് ചുവന്ന് വരട്ടെ. അതിലേക്ക് കടലപ്പരിപ്പ് ഞാൻ കുതിർത്തി വെച്ചതാണ്, അത് 1 ടീസ്പൂൺ. ഇത് ഉഴുന്നും കടലപ്പരിപ്പും ഇതെല്ലാം എണ്ണയിലൊന്ന് ചുവന്ന് വരണം, ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞത്, ഇതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം കൂടുതലും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുത്തൽ വരും മസാലയുടെ. അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക, അതിൽ പോരാ. അപ്പം ഞാൻ 2 തവണയായിട്ട് ഒരു 1/4 ടീസ്പൂൺ ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഉഴുന്ന് പരിപ്പ് അതൊന്നും കരിയാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഈ ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. ആ ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടുന്നവരൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ്, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് ഈ മസാലകളൊക്കെ നന്നായി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിൽ മസാല കൂട്ടുകളൊക്കെ എല്ലാം ഇതിൽ ഉരുളക്കിഴങ്ങി പിടിക്കുന്നവരെ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളൊക്കെ നോക്കിയിട്ടിട്ടാൽ മതി. ഇനി വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇതൊക്കെയാണ് ഇതിൽ നല്ല മണം പിടിപ്പിക്കുന്നത്. ഈ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പാണ്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിത്തഴയും കറിവേപ്പിലയും അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റ് ഇട്ടാൽ മതി. കാരണം നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ മല്ലിത്തഴയുടെയും അതൊക്കെ ഒന്ന് കളറ് മാറും. അതുകൊണ്ടാണ് നമുക്ക് ഇത് നല്ലൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ലാസ്റ്റ് ചേർത്തിയാൽ മതി മല്ലിത്തഴയും കറിവേപ്പിലയും. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഈ നെയ്യിൻ്റെ മണമൊക്കെ നന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങി. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവിയിലൊന്ന് വേവിക്കാം. നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. മസാലകളൊക്കെ അതിൽ നന്നായി ഒന്ന് പിടിച്ച് വന്ന് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒഴിക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ദോശ ഒഴിക്കാൻ കേട്ടോ. കാരണം കൂടുതൽ ചൂടായി കഴിഞ്ഞ് ദോശ ഒഴിച്ചാൽ കിട്ടില്ല നൈസായിട്ട്. അപ്പോൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നൈസായിട്ട് ദോശമാവൊന്ന് ഒഴിച്ച് കൊടുക്കുക. നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് മുകൾ ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ ഒന്ന്
തേച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഈ 1 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിക്കുന്നത്. ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു ചുവന്ന പരുവാകുമ്പോൾ നമുക്ക് മസാല ചേർത്താം. നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതുപോലെ തനിയെ അടർന്ന് വരും. അപ്പോൾ അതാണ് മാവിൻ്റെ പരുവം. 2 സൈഡും ഒന്ന് മടക്കിയ ശേഷം അപ്പോൾ നമ്മുടെ ആദ്യത്തെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതും ഇതുപോലെ നൈസായിട്ട് ഒന്ന് ദോശമാവ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് പാന് ചൂടാറിയ ശേഷം മാവ് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊരു നനഞ്ഞ തുണി കൊണ്ട് ആ പാനൊന്ന് തുടച്ച ശേഷം ദോശ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് ഇതും അതുപോലെ 2 സൈഡും ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവർക്കും ബൈ.